ഹലോ, വെൽക്കം ബാക്ക് ടു നിതീസ് വ്ലോഗ്സ്. എല്ലാവർക്കും നിതീസ് വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇങ്ങനെ ചപ്രത്തലയത്തിയായി വന്നിരിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നണ്ട, നമ്മുടെ വീഡിയോ ഇന്ന് അതുപോലത്തെ ഒരു വീഡിയോ ആണ്. എങ്ങനെ ഈ ചപ്രത്തല, ഈ ചകിരി പിടിച്ച എൻ്റെ ഈ മുടി ഉണ്ടല്ലോ, ഈ മുടി, ഈ ഒരു കുരുത്തം കെട്ട മുടി, അതായത് അങ്ങനെ തന്നെ വിളിക്കുന്ന എനിക്ക് എൻ്റെ മുടിയെ, അത്രയും കുരുത്തം കെട്ട മുടി നമ്മൾ പറഞ്ഞ സ്ഥലത്ത് അത് നിൽക്കില്ല, അതിങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഒരു വൃത്തികെട്ട തലമുടിയാണ് എൻ്റെ. ഈ തലമുടി നമ്മൾ എങ്ങനെ നീറ്റാക്കി വെക്കും? അത് നീറ്റാക്കി വെക്കാൻ ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരുപാട് റിവ്യൂസുകളുള്ള ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. എന്താണ് സാധനം എന്നല്ലേ, നമ്മുടെ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ദ മേക്ക് മീ ബോൾഡ് എന്ന് പറയുന്ന ആ സാധനം ഞാൻ വാങ്ങിച്ചു. ഒരുപാട് നാളായിട്ട് എൻ്റെ ഈ ചപ്രത്തല ഒതുക്കാൻ, അല്ലെങ്കിൽ ഒരു പ്രത്യേകം ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാണ്ട് ചപ്രത്തല എപ്പോഴെങ്കിലും ഒരു ഫംഗ്ഷൻ പോകുന്ന സമയത്ത് ഒതുക്കാനായിട്ട് ഞാനൊരു ബ്രഷോ ഹെയർ ഡ്രയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തപ്പി നടക്കുകയാണ്. തപ്പി നടന്നാൽ നമുക്ക് കിട്ടാത്ത സാധനം എന്നല്ല ഈ ഹെയർ ഡ്രയറും സ്ട്രെയിറ്റ്നറും എന്നൊക്കെ പറയുന്നത്. ഈസി ആയിട്ട് മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡുകളുടെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ ഞാനത് ഇത്രയും കാലമായിട്ട് ഞാനത് യൂസ് ചെയ്തിട്ടില്ല, മേടിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും പൈസയൊക്കെ ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കുന്ന സമയത്ത് അത് വേറൊരു തരത്തിലോട്ട് ആ ഫണ്ട് പോവാണ് ചെയ്യാറ്. മുമ്പ് ചെറുതായിട്ട് എന്തോ ഒരു സംഭവം ഏതോ സൈറ്റിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരുപാട് ചീപ്പ് എമൗണ്ടിൽ മേടിച്ച കാരണം തന്നെ അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് പക്ക അലമ്പായിരുന്നു. മുടി ഒന്നും സ്ട്രെയിറ്റ് ആവത്തൊന്നുമില്ല, ഡ്രൈ ആവില്ല, അതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരുമൊന്നുമില്ല. പിന്നെ എൻ്റെ ഈ മുടി സ്ട്രെയിറ്റ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റും കൂടി വേണം. എൻ്റെ തലമുടിയൊക്കെ സ്പ്ലിറ്റൻസ് ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഒരു ചപ്ര മുടിയാണ് എൻ്റെ, ഒരു വൃത്തികെട്ട മുടിയാണ്. അപ്പൊ അതൊന്ന് ശരിയാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഉപയോഗിക്കാം. അപ്പോ ഇപ്പൊ ഞാൻ മേടിച്ചു. അത് അതിന്റെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. മേക്ക് മീ ബോൾഡ് എന്ന് പറയുന്ന സംഭവമാണ് ഞാൻ മേടിച്ചത്. എങ്ങനെയാന്ന് കാണിച്ചു തരട്ടെ, ലൈവായിട്ട് കാണിച്ചു തരാം കേട്ടോ. ആണ്. അപ്പൊ ഇപ്പൊ ഞാൻ മേടിച്ചൊരു പ്രൊഡക്റ്റ് ഇത്രയും നന്നായി വന്നതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിന്റെ വർക്കിങ്ങും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്താണ് കേട്ടോ. ഞാൻ മേടിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. തുറക്കാൻ ഓക്കെ, 3 in ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് 3 in ഹോട്ട് എയർ ബ്രഷ് ആണ് വരുന്നത് കേട്ടോ. അതായത് ഡ്രയർ ഉണ്ട്, ഹെയർ ഡ്രയർ ഉണ്ട്, ഒരു ബ്രഷ് ആണ്. ചുമ്മാ ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുത്താൽ മതി. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് കണ്ടോ. ഇങ്ങനെയാണ് പാക്കേജിങ് വരുന്നത്. ഇത് തുറക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വരും. അതിന്റെ വയറുണ്ട്, നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഇതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഇവിടെ കണ്ടോ, കൺട്രോൾ ചെയ്യാനുള്ള, ഓഫ് ചെയ്യാൻ, അതേപോലെ തന്നെ ഇതിന്റെ വാം ചെയ്യാൻ, ലോ ചെയ്യാൻ, മീഡിയത്തിലിടാൻ, എല്ലാതും ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഇതിന്റെ ബ്രഷ് വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഈരി കൊടുക്കേണ്ട ബ്രഷ്. അതേപോലെ ഈ സംഭവം, ഇത് നമ്മൾ ഇതിനെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാ, തലമുടിനെ ഹീറ്റ് കൊടുക്കാനുള്ളതാണ്. ഹീറ്റ് കൊടുക്കുന്നത് ഹെയർ ഡ്രയർ ആണ്, എന്ന് വെച്ചാൽ ഡ്രൈ ചെയ്യാനുള്ളതാണ്. ഇങ്ങനെ ഒരു ഹെയർ ഡ്രയറും ഇങ്ങനെ ഒരു ബ്രഷും ഇത് യൂസ് ചെയ്യാനുള്ള ടൂളും. അപ്പൊ നമ്മുടെ ഹെയർ ഇപ്പൊ നല്ലോണം വെറ്റുന്നൊക്കെ മാറി നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നല്ലോണം കോംബ് ചെയ്യുക കേട്ടോ. നല്ലോണം നമ്മളൊരു സിറമോ ഹെയർ സ്പ്രേയോ ഒക്കെ ചെയ്തിട്ടാണ് ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നതിന് ശേഷം ഇങ്ങനെ പാർട്ടാക്കിയിട്ട് രണ്ട് ഇങ്ങനെ പാർട്ടാക്കിയിട്ട് തന്നെ നല്ലോണം ഹെയറിനെ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം കോംബ്. നമ്മൾ ഓൾറെഡി ഷാമ്പും കണ്ടീഷണറും യൂസ് ചെയ്തതാണല്ലോ, അതുകൊണ്ട് നല്ലോണം ഒന്ന് ഈരി കൊടുത്താൽ തന്നെ കണ്ടോ സ്മൂത്തായിട്ട് കിട്ടും, നല്ലോണം സ്മൂത്തായിട്ട് കിട്ടും. എനിക്ക് എൻ്റെ ഈ ടെക്സ്ചർ ഒരു ഹാഫ് ആൻ അവർ അത്രയൊക്കെ നിൽക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ എങ്ങനെ കണ്ടീഷണർ യൂസ് ചെയ്താലും എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസിയാണ്. അപ്പം അതൊന്നൊന്ന് മാറാൻ വേണ്ടിയാണ് ഞാൻ ആക്ച്വലി ഏതെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്യാന്ന് ഓർത്തിട്ട് ഈ ഒരു സംഭവം വാങ്ങിച്ചേട്ടോ. ഒരു കുറച്ച് നേരം മാത്രമാണ്, എത്ര കണ്ടീഷണറും ഷാമ്പും യൂസ് ചെയ്താൽ നമ്മുടെ ഹെയർ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടും സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടൊക്കെ നിൽക്കുള്ളൂ. ഞാൻ കറ്റാർ വാഴ, ഉലുവ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇടയിലൊക്കെയാണ് യൂസ് ചെയ്യാറ്. നമുക്ക് ഡെയിലി ഒന്നും യൂസ് ചെയ്യാൻ പറ്റാറില്ല. ഇപ്പൊ നമുക്ക് നല്ല രസത്തിൽ കിടക്കുന്നുണ്ട് ഹെയർ. ഇങ്ങനെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ
ഞാൻ കംഫർട്ടാണ് കേട്ടോ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ എൻ്റെ ഹെയർ ഇങ്ങനെയല്ല, കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് ഭയങ്കരമായിട്ട് അലമ്പാവും. അപ്പം അത് മാറ്റിയെടുക്കാൻ നമുക്ക് ഈ സംഭവം കൊണ്ട് പറ്റുമോ നോക്കാം. നമ്മൾ ഹെയർ ഡ്രൈ ചെയ്തതിൻ്റെ ഇതിൻ്റെ ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ ഹെഡ് നമ്മൾ ഊരിയെടുക്കണം. ഇത് ഊരിയെടുക്കാൻ ഇങ്ങനെ പോയി തിരിക്കരുത്. ഇതിൻ്റെ എനിക്ക് ആദ്യം അറിയുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടല്ലോ, ഈ ലോക്ക് ഇതിങ്ങനെ താഴോട്ട് വലിക്കുക. ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിവിടെ ഫിറ്റായി ലോക്കായി. ഇതിങ്ങനെ താഴോട്ട് വലിക്കുക, ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ടേൺ ചെയ്യുക, ദെൻ ഓപ്പൺ ചെയ്യുക. കേട്ടോ, അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാനുള്ള നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇതും ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മെല്ലെ ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിവിടെ ഹോൾഡായി, ഇപ്പോൾ ഇവിടെ കവറായി. ഇവിടെ നമുക്ക് അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് കണ്ടോ, ലോക്കും അൺലോക്കും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. വന്ന സമയത്ത് ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് നോക്കിയായിരുന്നു. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ വേണ്ടത് ഹീറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. മുടിക്ക് ഹീറ്റ് കൊടുക്കുമ്പോൾ മുടി ഇതിൽ ചെറുതായിട്ട് പൊട്ടിപ്പോരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 4-5 ദിവസം മുമ്പേ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മളിപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തു. സൗണ്ട് നിങ്ങൾ കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വിച്ച് ഓൺ ചെയ്തു. എന്നിട്ട് ഈ പാർട്ടാക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഏത് സൈഡാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ സൈഡ് മാത്രം നിർത്തിയിട്ട് മറ്റേ സൈഡ് ക്രാബ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ക്ലിപ്പിംഗ് ചെയ്ത് വെക്കുന്നതും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതവിടെ സെക്യൂറായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ നമുക്ക് ഈ പോർഷൻ മാത്രം നോക്കിയാൽ മതിയല്ലോ. ഈ പോർഷനിൽ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. എനിക്ക് ഇതിനുള്ള ക്ഷമയൊന്നുമില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ എനിക്ക് അതിനുള്ള ക്ഷമയൊന്നുമില്ല. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സംഭവം ഇപ്പോൾ ഇത്രയും മെനക്കെട്ട് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിലും ഇത്രയും നീറ്റായിട്ടൊന്നും ഞാൻ ചെയ്യൂല. സീരിയസ്ലി ഗൈസ്, ചെയ്യും. ഒരു 4 to 10 ടൈംസ് ഒക്കെ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, നല്ല രസമില്ലേ കാണാനായിട്ട്. നമുക്ക് ഈ സൈഡ് ഒന്ന് ഊരി നോക്കി നോക്കാം എന്താണ് അവസ്ഥ എന്ന്. എൻ്റെ ഈ കണ്ടോ, ഈ ഭാഗത്തോട്ടൊക്കെ താഴോട്ട് വരുമ്പോഴൊക്കെ നല്ല കേളി ആയിപ്പോവും. ഇതിപ്പോൾ ഞാൻ കുറച്ചൊന്ന് കെട്ടി വെച്ചതിൻ്റെ ഒന്നുണ്ടാവും. എന്നാലും ഇതിനേക്കാളും കുറച്ചുകൂടി നമുക്കിത് ചീന്തി നോക്കാം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാവും. നേരത്തെ നമ്മൾ ചീന്തിയപ്പോഴല്ലേ കുറച്ചും കൂടി നീറ്റായിട്ട് നിന്നത്. അപ്പോൾ ഇത് ചീന്തിയ എങ്ങനെ നിൽക്കുന്നുണ്ട് നോക്കി നോക്കാം. ഡിഫറൻസ് ഉണ്ട് അല്ലേ, ഡിഫറൻസ് ഉണ്ട്. കണ്ടോ, ഇത് ഒന്നുകൂടി ഇങ്ങനെ ലെയേഴ്സ് കറക്റ്റ് ഓരോ മുടിയായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് നീറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണെങ്കിൽ കുറച്ച് നോക്കിയേ, നമ്മളിപ്പോൾ ഇത്ര ചീന്തിയിട്ടും ഇവിടെ താഴെയൊക്കെ കുറച്ച് കേളായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കണ്ടോ. ഈ ഞാൻ കളർ ചെയ്ത എൻ്റെ ഹെയറിൽ ഇവിടെയുള്ള ഡിഫറൻസ് നോക്കൂ. ഇത് കുറച്ചും കൂടി നീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്തപ്പോഴത്തേനും കുറച്ചുകൂടി നീറ്റ് ആയിട്ട് വന്നു. എന്നാൽ ഇത് നോക്കിയാൽ കുറച്ച് സ്മൂത്ത് അല്ലാണ്ട് കുറച്ച് റഫായിട്ടും അതുപോലെ തന്നെ കേളി ആയിട്ടും കിടക്കുന്നതുകൊണ്ട് രണ്ടിൻ്റെയും ഡിഫറൻസ് എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ശരിക്കുള്ള റിവ്യൂ എന്താണെന്ന് കാണിച്ചു തരാൻ വന്നത്. നമുക്ക് സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരുപാട് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സംഭവം നിൽക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ സൈഡും കൂടി പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്തിട്ട് വരെ. ഓക്കേ,
നൈസ്, നല്ല രസമുണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഹെയറിൽ എപ്പോഴും ഇങ്ങനെ ഓരോ ചേഞ്ചസുകൾ കൊണ്ടുവരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലൈക്ക് എന്തെങ്കിലും പെർമനന്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെ. പക്ഷെ ഞാൻ പെർമനന്റ് ആയിട്ട് എൻ്റെ ഹെയറിൽ ഒന്നും ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ആസ്ഥാനമായിട്ടുള്ള ഒരു മുടികെട്ടൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറ്, എപ്പോഴും ഞാൻ ചൂസ് ചെയ്യാറ്. കാരണം എൻ്റെ ഹെയറിൽ ഞാൻ അങ്ങനെ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലിംഗ് ബ്രഷസുകളോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ്നേഴ്സുകളോ ഒന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു അത്യാവശ്യം മനസ്സിലായത്. അപ്പൊ അതിനെപ്പോഴെങ്കിലും ഒരു ചേഞ്ചസുകളൊക്കെ വേണ്ടേ? അപ്പൊ ആ ചേഞ്ചസിന് വേണ്ടി ഞാൻ മേടിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ മേക്ക് മീ ബോൾഡിന്റെ ഈ ഒരു അടിപൊളി സംഭവം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പർച്ചേസ് ചെയ്തത് ഏത് സൈറ്റിൽ നിന്നായിരുന്നു? ആമസോൺ. ആമസോൺ സൈറ്റിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ആമസോണിൽ നിന്ന് വാങ്ങിയിട്ട് ഇതിന് 2500 സംതിങ് എന്തോ ആയിട്ടുണ്ട്. എന്തായാലും 2500 എബവ് ആണ് ചാർജ് വരുന്നത്. ഓഫർ പ്രൈസിൽ എന്തെങ്കിലും ഇനി ഫെസ്റ്റിവൽ സീസൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ വാങ്ങിയത് 2500 എബവ് എന്തായാലും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സാധനമാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന റേറ്റിന് വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് ഒറ്റ പ്രാവശ്യം വൺസ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, കുറച്ച് കാലത്തിന് വേണ്ടി നമ്മൾ മേടിക്കുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ മേക്ക് മീ മോൾഡിന്റെ ഈ ഒരു സംഭവം മേടിച്ചോളൂ. അടിപൊളിയാണ്. ഹെയർ പൊട്ടിപ്പോവാണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. പ്രൊട്ടക്ഷൻ സ്പ്രേ അടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ സിറംസ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. വാങ്ങി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും സുന്ദരിയായിട്ട് ഫംഗ്ഷനൊക്കെ പോയിട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി ഞാൻ കുറച്ചു നേരം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മുടിയൊക്കെ ഇങ്ങനെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പൊ ശരി, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.